നമ്മളെ പ്രമാണത്തിൽപ്പെട്ടതാണെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം തൊട്ടുടനെ നടന്ന സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ വെച്ച് ആരെങ്കിലും ഏതെങ്കിലും സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഇസ്തിഗാസ നടത്തിയതായി തെളിയിക്കാൻ കഴിയുമോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഇസ്തിഗാസ നടത്തിയതായി പറയാൻ കഴിയുമോ എന്നതാണ് തെളിയിക്കപ്പെടേണ്ട വിഷയം. കഴിയില്ല എന്ന് നമുക്കുറപ്പുണ്ട്. കാരണം നാം നേരത്തെ പറഞ്ഞു കാര്യം, സ്വഹാബത്ത് മനസ്സിലാക്കിയ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നത്. പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് തേടരുത് എന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് തേടാം എന്ന് സഹാബികൾ മനസ്സിലാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ വഫാത്തായാൽ എന്നോട് തേടരുത്, എന്നോട് തേടിയാൽ ശിർക്കാണ് എന്ന് അങ്ങനെ തന്നെ പറയാത്തത് കൊണ്ട് തേടാം എന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിക വിശ്വാസമാണെങ്കിൽ സ്വഹാബത്ത് അങ്ങനെ വിശ്വസിക്കണമായിരുന്നു. വിശ്വസിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് തേടരുതെന്ന് പറഞ്ഞിട്ടില്ല, ഈസാ നബി അലൈഹി സ്വലാമിനോട് തേടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി ആരും തന്നെ സ്വഹാബികളോ അതല്ലെങ്കിൽ ആ ദീൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദൂതനോട് നബിയോട് തേടിയതായി നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. ഇതാണ് ഇസ്തിഗാസ. അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും നിലനിൽക്കുന്നു. രണ്ടാമത്തെ ചോദ്യവും ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഉടനെ അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യിത്തിനരികിൽ ചെന്ന് നിന്നുകൊണ്ട് സ്വഹാബത്ത് ആരെങ്കിലും ഇസ്തിഗാസ നടത്തിയതായി ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യിത്തിനരികിൽ ചെന്നുകൊണ്ട് ഇന്ന് സഹാബി ഇസ്തിഗാസ നടത്തി എന്ന് തെളിവുണ്ടെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ഈ സംവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികക്കല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിൻ്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വലിയ വിജയമായി അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിമേലിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് വളരെ മാന്യമായ ഒരു ഉപദേശം മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട, അത് ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയണ്ടേ? അത് ശരി, ധാരണ ഉണ്ടായിരുന്നു. അത് ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല. ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ, അതിരിക്കട്ടെ. ആ വിഷയം പറയരുത് ധാരണ ഉണ്ടായിരുന്നു. ഞാനറിയില്ല. അതെ അതെ ശരി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നേരത്തെ കളവായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കള പറഞ്ഞവർ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ പോട്ടെ, ഇനിയിപ്പോൾ നമ്മളെ വിഷയം അതല്ല, നമ്മൾ തെളിവിലേക്ക് തന്നെ വരിക. അതാണല്ലോ നമ്മുടെ വിഷയം. പിന്നെയും മൂപ്പര് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇപ്പം എന്തായി? നല്ലോണം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് പഠിപ്പിക്കാൻ പോകണം. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാന്നിധ്യത്തിൽ വെച്ച് വല്ല സ്വഹാബിയും റസൂലുള്ളാഹിനോട് തേടിയിട്ടുണ്ടോ? ചോദ്യം